ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ വളരെയധികം ചർച്ചയിലുള്ള ഒരു വൈറസിനെ പറ്റിയാണ്. ഹ്യൂമൻ മെറ്റാ ന്യൂമോകോക്കൽ വൈറസ് അല്ലെങ്കിൽ HMPV വൈറസ്. ഇത് ഒരു നെഗറ്റീവ് സ്ട്രെയിൻ സിംഗിൾ സ്ട്രാൻഡ് ഉള്ള RNA വൈറസ് ആണ്. ഇത് ആക്ച്വലി ഏവിയൻ അല്ലെങ്കിൽ ബേർഡ്സിൽ വരുന്ന മെറ്റാ ന്യൂമോകോക്കൽ വൈറസിന്റെ ഗ്രൂപ്പ് സിയുമായി സാദൃശ്യമുള്ള വൈറസാണ്. 2001 നെതർലാൻഡ്സിൽ ഈ വൈറസിനെ വേർതിരിച്ചിട്ടുണ്ട്. 2016 കണക്കനുസരിച്ച് അമേരിക്കയിലെ ഒരു വലിയ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ 5 വയസ്സിന് താഴെയുള്ള ആരോഗ്യമുള്ള കുട്ടികളിൽ RSV റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസിന് ശേഷം വളരെ കോമൺലി കണ്ടുവന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോകോക്കൽ വൈറസ് അല്ലെങ്കിൽ HMPV വൈറസ്. HMPV വൈറസ് ബാധിതരായ ശിശുക്കൾക്ക് ആശുപത്രിയിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 6 മുതൽ 12 മാസം വരെയായിരുന്നു. റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് എന്ന വൈറസിന്റെ സമാനമായ ഒരു വൈറസാണ് HMPV വൈറസ് അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാ ന്യൂമോകോക്കൽ വൈറസ്. ഇതിന്റെ ക്ലിനിക്കൽ സവിശേഷതകളും കാഠിന്യവും മുതിർന്നവരിലും ശിശുക്കളിലും വരുന്നത് RSV വൈറസിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ്. HMPV വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി 3 മുതൽ 6 ദിവസത്തെ ഇൻക്യുബേഷൻ കാലയളവിന് ശേഷം അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. വിന്റർ സീസണിലോ സ്പ്രിംഗ് സീസണിലോ ആണ് ഇതുപോലുള്ള വൈറസുകൾ സജീവമാകുന്നത്. ഇൻഫ്ലുവൻസ വൈറസ്, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, HMPV വൈറസ് എന്നീ വൈറസുകളുടെ സ്പ്രെഡ് ഏതാണ്ട് ഒരേ കാലയളവിൽ തന്നെയാണ്. ഇതെല്ലാം ഓവർലാപ്പ് ചെയ്തു വരുമ്പോഴാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പനി, ജലദോഷം, തുമ്മൽ, ശ്വാസം മുട്ടൽ ഇതൊക്കെ കാണുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടുതലും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഹ്യൂമൻ മെറ്റാ ന്യൂമോകോക്കൽ വൈറസ് അല്ലെങ്കിൽ HMPV വൈറസ് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ കയറി അവിടത്തെ സെല്ലുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അവിടെ ഇരുന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നു. 2001 ഇത് നെതർലാൻഡ്സിലും ഓസ്ട്രേലിയയിലും 2002 കാനഡയിലും HMPV വൈറസ് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. HMPV ബാധിതരായിട്ടുള്ള ആരുടെയെങ്കിലും അല്ലെങ്കിൽ HMPV ബാധിതരായിട്ടുള്ള ആളുടെ തുമ്മലിലോ ചുമയിലോ നിന്നുള്ള ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ സെക്രീഷൻസ് അവരറിയാതെ മറ്റുള്ള ആൾക്കാരിലേക്ക് സ്പ്രെഡായി വരുന്നു. അവരുമായി ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ആൾക്കാർക്കാണ് കൂടുതലായും ഇൻഫെക്ഷൻസ് വരുന്നത്. ഒപ്പം അവരുമായുള്ള ഹാൻഡ് ഷേക്കിംഗ്, ടച്ചിങ് അല്ലെങ്കിൽ അവർക്ക് അസുഖം ഉള്ളപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളുമായി നിങ്ങൾക്ക് കോണ്ടാക്ട് വരികയാണെങ്കിൽ ഈ കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ സാധനം നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടതിന് ശേഷം അത് കണ്ണിലോ മൂക്കിലോ വായിലോ തൊടുന്നത് വഴി ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നു. ഏതൊരു വൈറൽ ഇൻഫെക്ഷൻ വരുന്നത് പോലെയും നമ്മൾ വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ ആഡിക്വേറ്റ് ആയിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കാൻ ശ്രമിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ഐസൊലേറ്റഡ് ആയിരിക്കുക, മറ്റുള്ളവരിൽ അസുഖം പടർത്താതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, കൈകൾ സാനിറ്റൈസ് ചെയ്യുക എന്നിവയാണ് ചെയ്യേണ്ടത്. വൈറൽ ഇൻഫെക്ഷന് പൊതുവെ നമ്മൾ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കാറില്ല. പക്ഷെ വൈറൽ ഇൻഫെക്ഷന്റെ കൂട്ടത്തിൽ സെക്കൻഡറി ബാക്ടീരിയ കൂടി ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്. യൂഷ്വലി HMPV ഇൻഫെക്ഷൻസും ഒരു ഫ്ലൂ വരുന്നത് പോലെ, ഒരു കോമൺ കോൾഡ് വരുന്നത് പോലെയോ ഒക്കെ തന്നെ ആയിരിക്കും. അതിന്റെ വൈറൽ സിംറ്റംസ് ഒക്കെ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് തുമ്മൽ വരുന്നു, ജലദോഷം പോലെ ഉണ്ടാകുന്നു. പക്ഷെ എന്നാൽ ചില ആൾക്കാർക്ക് ഓൾറെഡി റെസ്പിറേറ്ററി ലങ്സിന് പ്രശ്നമുള്ള ആൾക്കാർക്ക്, പുകവലി അധികമായി ഉപയോഗിച്ച് ലങ്സിന് കേടുള്ള ആൾക്കാർക്ക്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൂടുതലും ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആയി വരാനുള്ള സാധ്യതയും ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യതയും ബ്രോങ്കൈറ്റിസ്, സെപ്സിസ് അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. സ്വയം പ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, മറ്റുള്ളവരിൽ അസുഖം പടർത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, മാസ്ക് ഉപയോഗിക്കുക, കൈ സാനിറ്റൈസ് ചെയ്യുക, അസുഖമുള്ള അല്ലെങ്കിൽ തുമ്മിയതിനു ശേഷം നിങ്ങളുടെ കൈ ഉപയോഗിച്ച് മറ്റുള്ള സാധനങ്ങളിലോ കുട്ടികളെയോ തൊടാതിരിക്കുക, കുട്ടികളിൽ നിന്ന് അസുഖബാധിതരാണെങ്കിൽ മാറി നിൽക്കുക, ഒപ്പം മുതിർന്നവരിൽ നിന്നും അസുഖബാധിതരായിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ മാറി നിൽക്കുക. സെൽഫ് ഐസൊലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Thanks for watching. If you're liking my videos, please do like, share and subscribe. Thank you.